രാജ്യതലസ്ഥാനത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ 1 മണിക്കൂറോളം പെൺകുട്ടിയെ ക്രൂരമായി മാനഭംഗം ചെയ്ത സംഭവം പാർലമെന്റിന്റെ ഇരുസഭകളെയും പ്രക്ഷുബ്ധമാക്കി. മാനഭംഗ കേസുകളിലെ പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് സുഷമ സ്വരാജ് ആവശ്യപ്പെട്ടു. മാനഭംഗ കേസുകളിലെ പ്രതികൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നത് സഭയുടെ പൊതുവികാരമാണെന്ന് സ്പീക്കർ മീരാകുമാർ സർക്കാരിന് നിർദ്ദേശം നൽകി. അതിക്രമങ്ങൾ ചെറുക്കാൻ സ്ത്രീകൾക്ക് സ്വയം പ്രതിരോധ പരിശീലനം നൽകണമെന്നും മാനഭംഗ കേസുകളിൽ വേഗം ശിക്ഷ ഉറപ്പാക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കണമെന്നും കോൺഗ്രസ് എംപിയും വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായ ഗിരിജ വ്യാസ് ആവശ്യപ്പെട്ടു. കൂട്ടമാനഭംഗത്തിനിരയായ പെൺകുട്ടി ബോധം വീണ്ടെടുത്തെങ്കിലും അപകടനില തരണം ചെയ്തിട്ടില്ല. പീഡനം ചെറുക്കാൻ ശ്രമിക്കുന്നതിനിടെ പെൺകുട്ടിക്ക് കമ്പിപ്പാറ കൊണ്ട് മർദ്ദനമേറ്റിട്ടുണ്ടെന്നും ആന്തരികാവയവങ്ങൾക്ക് മുറിവേറ്റിട്ടുണ്ടെന്നും 48 മണിക്കൂർ നിരീക്ഷണത്തിലാണെന്നും ഡോക്ടർമാർ പറഞ്ഞു. ഞായറാഴ്ച രാത്രി തെക്കൻ ഡൽഹിയിലെ മാളിൽ നിന്ന് ആൺസുഹൃത്തിനൊപ്പം ലൈഫ് ഓഫ് പൈ എന്ന സിനിമ കണ്ടു മടങ്ങുമ്പോഴാണ് സ്വകാര്യ ബസ്സിൽ വെച്ച് പെൺകുട്ടിയെ മാനഭംഗത്തിനും ആക്രമണത്തിനും ഇരയായത്. സംഭവത്തിൽ ബസ് ഡ്രൈവർ രാംസിംഗ് ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ പ്രതിഷേധിച്ച് JNUവിലെ വിദ്യാർത്ഥികൾ തെക്കൻ ഡൽഹിയിൽ റോഡ് ഉപരോധിച്ചു. ഇന്ത്യ വിഷൻ, ന്യൂഡൽഹി.